അതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ സിനിമ ചെയ്തതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ധ്യാനിനെ പരിചയപ്പെട്ടാണ് 2021 അല്ലെങ്കിൽ 2022 ഞാൻ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ധ്യാനിനെ പരിചയപ്പെട്ടതാണ്. അതുപോലെ തന്നെ കൊല്ലപ്പള്ളി അതിന്റെ ബാക്കി പത്രം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഷാൻചേട്ടാ ബാക്കി നമുക്ക് വാങ്ങിച്ചെടുക്കണ്ടേ? അപ്പോ അങ്ങനെ നമ്മൾ ഒരുപാട് ഒരു 10-40 ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. ആ ഒരു സൗഹൃദപ്പെടുന്ന നല്ലൊരു സുഹൃത്തുക്കളാണ് നമ്മളെല്ലാവരും. ഈ സിനിമ വരുന്നത് അത് നിങ്ങൾ എല്ലാവരും കണ്ട് സ്വീകരിക്കുക. ഒരു ഹേസ്റ്റ് ക്രൈം ജോണറിൽ വരുന്ന സിനിമയാണല്ലോ. അപ്പൊ ഇത്രയും നീ ഡീകോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയാന്നാ പറഞ്ഞത്. അപ്പൊ സാധാരണ പോലെയല്ല, നമ്മള് കുറച്ച് ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഈ ഇന്റർ കണക്ഷനും ഡ്രാമയൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ടല്ലോ. ഇത്രയധികം കമ്മിറ്റ്മെന്റ്സിന്റെ ഇടയിൽ പാർട്ട്നേഴ്സിന്റെ കഥ മാത്രം ഓർത്ത് വെക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴികൾ ധ്യാൻ ശ്രീനിവാസൻ അത്രയധികം കഥകളൊന്നും ഓർത്ത് വെച്ചിട്ടില്ല. അതല്ല പ്രശ്നം വരും. അല്ല ഇത് കൂടുതൽ പറയാൻ ഞാൻ എന്തൊക്കെ പറയാമെന്ന് ഞാൻ എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ എന്നോടൊന്നും പറയാതെന്നാ പറഞ്ഞത്. അല്ല ഈ ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഹെസ്റ്റാണ്, ചെറിയൊരു ക്രൈം ത്രില്ലറല്ല, മർഡർ മിസ്റ്ററി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു മൾട്ടി ലെയർഡാ. പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, എന്താ പറയല്ലേ, ഭയങ്കര കണ്ണൂർ സ്കോട്ട് റൈറ്റർ എനിക്ക് ഞാൻ ചേട്ടൻ പറയും. ഇത് ഒരു ഗ്രാമത്തില് ബാങ്കില് ജോലിക്ക് എത്തുന്ന 5 പേരുടെ കഥയാണ്. അവര് ആ ഗ്രാമത്തിലെത്തുകയും ഒരു ക്രൈമിൽ പെട്ടുകയും അതിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടുകയോ ആണോ അല്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ മൊത്തത്തിലൊരു കഥ. പക്ഷെ ഇത് കഥ പറയുന്നത് നോൺ ലീനിയർ പാറ്റേണിലാണ്. അത് ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഷാജുട്ടനാണ് ഒരു ഫൈനാൻഷ്യൽ ക്രൈം ഡിവിഷനിലെ ഒരു ഉദ്യോഗസ്ഥനായ ഷാജുട്ടന്റെ ക്യാരക്ടർ ഈ കേസ് അന്വേഷിക്കുന്നതും അത് കുറച്ചായി ഇതിന്റെ കഥ വരുന്നത്. ഒരു സീറ്റഡ് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഈ തരത്തിലുള്ള ഒരു ജോണർ വന്നിട്ടില്ല. ഇത് ഹൈസ്റ്റ് ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എന്താ പറയാ, ഈ തരത്തിൽ ഒരു ത്രില്ലർ സിനിമകളും ഇപ്പൊ നിങ്ങൾ മണി ഹേസ്റ്റ് അങ്ങനെയുള്ള കുറെ സിനിമകൾ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന പോലത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ അതുപോലത്തെ ഒരു ജോണർ സിനിമയാണെന്ന് പറയാം. സിനിമയോട് ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സിനിമയെ കുറിച്ച്, സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത്, ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയാം. അപ്പോ ഇവിടെ എന്താണ് ധ്യാന എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാനിന്റെ ബിഹേവിയർ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത്. അപ്പൊ അങ്ങനെ ധ്യാൻ്റെ ഒപ്പം ഇരുന്ന് ധ്യാനിന്റെ തമാശകളെ കുറച്ച് എന്താണ്, ഞാൻ 25 വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മള് ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും. അതൊരു പക്ഷേ നമ്മള് പ്രതീക്ഷിക്കാതായിരിക്കും അത് കയറുന്നത്. അത് അങ്ങനത്തെ ഒരാളാണ് ധ്യാൻ. ഞാൻ ധ്യാൻ്റെ കൂടെ ആദ്യത്തെ ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. കുറെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിലുണ്ട്. അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും യാതൊരു സിനിമ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ധ്യാനപ്പോ ഒരു ഇന്റർവ്യൂവിലും കൂടെ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഇനി ബാക്കിയോട് എന്തായാലും കാണണം. ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം നമ്മുടെ ഡയറക്ടർ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ്. ദയവേത് നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂയിലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കൊല്ലപ്പള്ളി ഈ ഷൂ മേടിച്ചത്. എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു ഷൂ മേടിച്ചത് ഒരു ഇന്റർവ്യൂവിൽ കഴിഞ്ഞിടയ്ക്ക് ഇട്ടിരുന്നത് ഭയങ്കര വൈറലായി. അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാന്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ
എന്ന് പറഞ്ഞിട്ടുകൊണ്ട് വന്ന ഷൂ ആണ്. ഇനി ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. ഇത്തരം പ്രഷറുകളൊക്കെ ഭയങ്കരമാവുന്നുണ്ടോ ഇന്റർവ്യൂ ഭയങ്കര ഭീകരമാക്കാൻ വേണ്ടിട്ട്? ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ആണല്ലോ പുള്ളി വന്നത്. സിനിമയെ കുറിച്ചല്ലോ പറഞ്ഞത്, ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പ്രഷർ ഉണ്ട്. സിനിമ റിലീസിനെ കുറിച്ച് ആ പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട്. ധ്യാൻചേട്ടന്റെ മാസം തോന്നുന്നു. അപ്പൊ കുടുംബശ്രീ കുഞ്ഞായിട്ട് ഇറങ്ങുന്നത് ഇന്ന് സ്വർഗത്തിലെ കെട്ടം ഇറങ്ങി ഇനിയിപ്പോ മരണത്ത് ഇറങ്ങാൻ പോകുന്ന ധ്യാൻചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ ഈ മാസം മുഴുവൻ ധ്യാൻചേട്ടനുള്ളതാണെന്ന് തോന്നുന്നു. ആ അതെ അതെ, എനിക്ക് വർഷങ്ങളുണ്ട്. ശ്രീനിവാസൻ ഫിലിം ഫെസ്റ്റിവൽ ഉപയോഗിക്കുന്ന ഈ കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴെങ്കിലും ഈ തിരിച്ച് കോമഡി റോഡുകളിലേക്കൊക്കെ പോയാൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരുപാടുണ്ട്. ധ്യാന്റെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ധ്യാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടെന്ന് അറിയാവോ എന്നോട് ഞാൻ ചോദിച്ചു. ധ്യാൻ പറയുന്ന ഒരു കഥയിൽ നമുക്കൊരു 3 സിനിമയ്ക്കുള്ള പ്ലോട്ടുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് എത്ര സിനിമകളുണ്ട് അറിയാൻ ചേട്ടാ, ഇതെല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കുറെ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റ്. ധ്യാന്റെ കഥ കേട്ടാൽ തന്നെ കുറെ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തുണ്ട്. അത് ധ്യാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പം നമുക്കത് ഒരുപാട് തമാശ ഫീൽ ചെയ്യും. അത് അതിൻ്റെതായ രീതിയിൽ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യുന്നുള്ളത്. അപ്പൊ അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ, അത് നമ്മൾ ചിരിയോടുകൂടിയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനോടൊരു ദേഷ്യമോ ഒന്നും തോന്നില്ല. അപ്പൊ അങ്ങനെ കുറേ കഥകളുണ്ട്. തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ അത് ഉപയോഗിക്കും. കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, നമുക്കറിയാം. സമയം കിട്ടണ്ടേ? ഈ അയ്യരൻ ദുബായ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷന് മുകേഷേട്ടൻ പറയണ്ടായി. ലൊക്കേഷനിൽ ഞാൻ പല കഥകളും പറയും. അപ്പൊ മുകേഷേട്ടൻ ഓർക്കും, ചേട്ടാ ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ, എന്നോട് ഇതൊക്കെ പറയാൻ കൊള്ളാവോ എന്ന് ഓർത്തെന്ന് പറയും. അപ്പൊ അതുപോലത്തെ രസകരമായിട്ടുള്ള എന്തെങ്കിലും വേറെ ടൈപ്പ് കഥകളാണ്. അതൊരു പ്രസ് മീറ്റിൽ അങ്ങനെ പറയാൻ പറ്റില്ല, അതാണ്. അത്തരം കഥകളും ഞങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അല്ലേ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേറെ ടൈപ്പ് സിനിമയായിട്ട് ഇറക്കുന്നതായിരിക്കും. ഈ പാർട്ട്നേഴ്സ് എന്നുള്ളൊരു പേര് ഇപ്പൊ താങ്കൾ തന്നെ പറയണ്ടായി. കുറച്ച് 3-4 പേര് പല സാഹചര്യത്തിൽ ബാങ്കിൽ ജോലിക്ക് വരും. അപ്പൊ ഇത് ബോധപൂർവമായി പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇവരെല്ലാവരും ഗ്യാങ് ആയിരിക്കും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പേരാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ലിസ്റ്റുകളും കാരണം എന്ന് പറയുന്നത് ഒൺലി ഇൻ ക്രൈം എന്ന് പറയുന്നത് അവരൊരു പാർട്ട്നേഴ്സ് ആവാൻ കാരണം ഒരു ക്രൈമാണ്. അവര് ജീവിതത്തിന്റെ മുൻപ് പരിചയമില്ലാത്ത ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരു ക്രൈമിന്റെ പേരിൽ ഒരുമിച്ചാവുകയും പിന്നീട് അവര് ഒരുമിച്ച് പിന്നീടുള്ള ജീവിതം ആവുന്നതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. നമ്മൾ കിട്ടുന്ന ശ്രീധരൻ പറഞ്ഞ പോലെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അങ്ങനല്ലേ വല്ലപ്പോഴല്ലേ ഇങ്ങനെ അവസരങ്ങൾ, ഇങ്ങനത്തെ അവസരങ്ങൾ എനിക്കെന്ന് വെച്ചാൽ അവസരങ്ങൾ കൂടി കൂടി വരുന്നു. അപ്പോൾ പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോൾ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമയാണ് ഏതാന്ന് ചോദിക്കും, എനിക്ക് ആലോചിക്കണം. അപ്പൊ നമ്മള് അങ്ങനൊരു എനിക്ക് തോന്നില്ല നമ്മള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻ പ്ലേയോ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഏട്ടന്റെ സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ, അപ്പോൾ കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ചൊരു ആക്ടിങ് പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതുകൊണ്ട് അല്ലേ, ബോണസ് എന്ത് കിട്ടിയാലും ബോണസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം ആഴ്ച വന്ന് പറയുന്നല്ലോ, എന്ത് ഇതേ ആരും ചോദിച്ചോണ്ടിരിക്കും. ഓരോ സ്ഥലത്ത് വരുമ്പോഴും എപ്പോഴും ചോദിക്കുന്നത്. അപ്പം
കിട്ടുന്നത് ഇപ്പൊ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ നവീൻ ചേട്ടൻ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഇതൊരു ഞാൻ ഇതിനെപ്പറ്റി ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇങ്ങനെ ഇതിനൊരു വാർത്തയായിട്ട് ഒരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു. ഇങ്ങനൊരു സാധനം കഥയായിട്ട് വരുവാണോ സിനിമയായിട്ട് വരുവാണോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നവീൻ ചേട്ടൻ ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത്. ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നവീൻ ചേട്ടൻ്റെ ഈ സിനിമ കൊണ്ടുള്ള പേർപ്പസ്, ഒരു സിനിമക്ക് ഒരു പേർപ്പസ് ഉണ്ടാവും. എന്താണ് ഈ സിനിമ കൊണ്ട് നവീൻ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് ആ കാര്യം ഇത് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ പേർപ്പസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ നേരത്തെ പറഞ്ഞ മണി ഹീസ്റ്റും ഇറ്റാലിയൻ ജോബും ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് എന്തായാലും ഒരു പുതുമയായിരിക്കും ഡെഫിനറ്റ്.